നമസ്കാരം, ഞാൻ ഷാനിദ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. ദിലീപിന് ജാമ്യമില്ല. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന് ജാമ്യം നിഷേധിച്ച് അങ്കമാലി കോടതി. സ്വാധീന ശക്തിയുള്ള പ്രതിക്ക് ജാമ്യം നൽകിയാൽ തെളിവുകൾ നശിപ്പിക്കുമെന്ന പ്രോസിക്യൂഷൻ വാദത്തിന് അംഗീകാരം. കസ്റ്റഡി അവസാനിച്ചതിനെ തുടർന്ന് കോടതിയിൽ ഹാജരാക്കിയ ദിലീപിനെ ആലുവ സബ് ജയിലിലേക്ക് മാറ്റി. സാമൂഹ്യ മാധ്യമങ്ങളിൽ നടിക്കെതിരെ നടക്കുന്ന പ്രചാരണം പ്രതിയുടെ സ്വാധീനം മൂലമെന്ന് പ്രോസിക്യൂഷൻ. അതേസമയം ദിലീപിനെതിരെയുള്ളത് ഒരു കൊടും കുറ്റവാളിയുടെ മൊഴി മാത്രമെന്ന് പ്രതിഭാഗം. റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് അസത്യങ്ങളെന്നും വാദം. ദൃശ്യങ്ങൾ കൈമാറിയ മൊബൈലിനായി തിരച്ചിൽ തുടരുന്നതിനിടെ 2 ഫോണുകൾ കോടതിയിൽ സമർപ്പിച്ച് പ്രതിഭാഗം. പോലീസിൽ വിശ്വാസം ഇല്ലെന്നും കോടതിയുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയ പരിശോധന നടത്തണമെന്നും ആവശ്യം. ഫോണിനായി ദിലീപിന്റെ ആലുവയിലെ വീട്ടിലും സ്ഥാപനങ്ങളിലും ഇന്നും അന്വേഷണ സംഘം പരിശോധന നടത്തിയിരുന്നു. അടിമുടി അന്വേഷണം. നടിയെ ആക്രമിച്ച കേസിലെ പോലീസ് നടപടികൾക്ക് പിന്നാലെ ദിലീപിനെതിരെ റവന്യൂ വകുപ്പ് അന്വേഷണവും. നടന്റെ ഉടമസ്ഥയിലുള്ള ചാലക്കുടിയിലെ ഡി സിനിമാസ് സർക്കാർ ഭൂമിയിലാണോ എന്ന് പരിശോധിക്കാൻ ജില്ലാ കളക്ടർക്ക് റവന്യൂ മന്ത്രിയുടെ നിർദ്ദേശം. വ്യാജ ആധാരങ്ങൾ ചമച്ച് ഭൂമി തട്ടിയെടുത്തുന്ന ആരോപണത്തിൽ നേരത്തെ അന്വേഷണം നടന്നെങ്കിലും കേസ് അട്ടിമറിച്ചെന്ന് ആക്ഷേപം. 8 പേരുകളിൽ ആധാരം ചെയ്ത ശേഷം ഒരുമിച്ച് വാങ്ങിയ ഭൂമി പോക്കുവരവ് ചെയ്യാൻ റവന്യൂ രേഖകളിൽ ക്രമക്കേട് നടന്നതായും സംശയം. അതേസമയം കൊട്ടേഷൻ നടപ്പാക്കാൻ പ്രതിക്ക് വാഗ്ദാനം ചെയ്തിരുന്ന പണം ദിലീപ് നൽകിയിരുന്നില്ലെന്ന് പോലീസ്. ഇതേ തുടർന്നാണ് ജയിലിൽ മറ്റു പ്രതികൾ ദിലീപിനെതിരെ മൊഴി നൽകാൻ ഗൂഢാലോചന നടത്തിയതെന്നും കണ്ടെത്തൽ. നഴ്സിംഗ് സമരം മാറ്റിവെച്ചു. ആരോഗ്യമേഖലയിലാകെ ആശങ്ക പടർത്തിയ നഴ്സിംഗ് സമരം മാറ്റിവെക്കാൻ സംഘടനാ തീരുമാനം. തിങ്കളാഴ്ച തുടങ്ങാനിരുന്ന അനിശ്ചിതകാല സമരം മാറ്റിവെക്കാനുള്ള തീരുമാനം സർക്കാർ മധ്യസ്ഥ ചർച്ചയ്ക്ക് വിളിച്ച സാഹചര്യത്തിൽ. അതേസമയം ചർച്ച പരാജയപ്പെട്ടാൽ ബുധനാഴ്ചയ്ക്ക് ശേഷം സമരത്തിലേക്കെന്നും യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ. പണിമുടക്ക് വിഷയത്തിൽ നഴ്സുമാരുടെ സംഘടന തൃശൂരിൽ അടിയന്തര യോഗം ചേർന്നത് സമരത്തിനെതിരെ എസ്മ പ്രയോഗിക്കണമെന്ന ഹൈക്കോടതി നിർദ്ദേശം വന്നതോടെ സംഘടനകളുമായി 19-ന് സമവായ ചർച്ച ആരംഭിക്കണമെന്നും സർക്കാരിന് കോടതി നിർദ്ദേശം. ചർച്ച നടക്കുന്ന ബുധനാഴ്ച വരെ കാത്തിരിക്കുമെന്ന് സംഘടനാ ഭാരവാഹികൾ. അതേസമയം സമരത്തോട് ദാക്ഷിണ്യം പ്രതീക്ഷിക്കേണ്ടതില്ലെന്ന നയം വ്യക്തമാക്കി കോടിയേരി ബാലകൃഷ്ണൻ. ഭരിക്കുന്നത് ഇടതു സർക്കാർ ആയതുകൊണ്ട് എസ്മ പ്രയോഗിക്കില്ലെന്ന് വിചാരിക്കേണ്ടെന്നും CPM സംസ്ഥാന സെക്രട്ടറി. എന്നാൽ എസ്മയുടെ കാര്യം ആലോചിച്ചിട്ടില്ലെന്നും നഴ്സുമാർ സമരത്തിൽ നിന്ന് പിന്മാറണമെന്നും മന്ത്രി KK ശൈലജ. അതിർത്തിയിൽ ജാഗ്രതയോടെ. തെക്കൻ കാശ്മീരിലെ പുൽവാമയിൽ സുരക്ഷാ സേനയും തീവ്രവാദികളും തമ്മിൽ വീണ്ടും ഏറ്റുമുട്ടൽ. വെടിവയ്പിൽ 2 തീവ്രവാദികളെ വധിച്ച് സൈന്യം. തീവ്രവാദികൾ ഒളിച്ചിരുന്നു എന്ന രഹസ്യവിവരത്തിൽ തിരച്ചിൽ ഊർജിതം. പ്രദേശത്ത് കനത്ത ജാഗ്രതാ നിർദ്ദേശം. അതിർത്തിയിൽ സംഘർഷാവസ്ഥ നിലനിൽക്കെ ഇന്ത്യ ചൈന പ്രശ്നത്തിൽ കേന്ദ്രത്തിന് പൂർണ്ണ പിന്തുണയറിയിച്ച് പ്രതിപക്ഷം. അതിർത്തിയിൽ സ്ഥിതിഗതികൾ വഷളാകാതെ സമാധാനം നിലനിർത്തണമെന്ന് സർവകക്ഷി യോഗത്തിൽ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ട് ഗുലാം നബി ആസാദ്. പ്രതിപക്ഷത്തിന്റെ ആശങ്കകൾ പരിഹരിക്കുമെന്ന് വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പവേഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.